നമ്മളൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ കവിളത്തൊരു ഒരു ഉമ്മ കൊടുത്തു, കുട്ടിക്കൊരു പരാതിയില്ല. ചുണ്ടിനൊരു ഉമ്മ വെച്ചു, കുട്ടിക്കൊരു പരാതിയില്ല. നെറ്റിമ്മലൊരു ഉമ്മ വെച്ചു, ഒരു പരാതിയില്ല. അങ്ങനെയാണ് കുട്ടി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം കുട്ടിക്ക് കവിളത്തൊരു ഉമ്മ വെച്ചപ്പോൾ കുട്ടി കൈകൊണ്ട് ഇങ്ങനെ തുടച്ചില്ലേ? അന്ന് മുതൽ മനസ്സിലാക്കണം, കുട്ടിക്ക് സ്വന്തമായ ചില വിചാരങ്ങളും ചില ആലോചനകളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഉമ്മാര് കുട്ടിനെ ഒക്കത്ത് കെട്ടിയിട്ട് വാപ്പാൻ്റെ കേസിൽ നിന്ന് 100 രൂപ എടുക്കുമ്പോൾ കുട്ടി മനസ്സിലാക്കി വെച്ചു, ഇതൊരു ചാൻസാണ്. നമ്മുടെ കുട്ടികൾ ഭാവിയിൽ അറിയാതെ കള്ളന്മാരാകാൻ നമ്മുടെ പ്രവൃത്തി സഹായിക്കരുത്. അതാ ഞാൻ പറഞ്ഞത്. കുട്ടികളെ കാണത്തക്ക രീതിയിൽ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നല്ല പോലെ അത് ശ്രദ്ധിക്കണം. ചെറിയ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ മനസ്സ് മുഴുവൻ ഒരു CC ക്യാമറയാണ്. ആ CC ക്യാമറയിൽ എല്ലാം പകർത്തി വെക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ എന്താണോ കാണുന്നത്, എന്താണോ കേൾക്കുന്നത്, അവരെ സമയത്തിനനുസരിച്ച് അവരത് മനസ്സിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മാനെ സഹായിക്കണം വാപ്പ, വാപ്പാനെ സഹായിക്കണം ഉമ്മ. ഉമ്മ മക്കളോട് നല്ല പോലെ സംസാരിക്കുന്ന വാപ്പാന്റെ ബഹുമാനം ഉമ്മ, ഉമ്മാന്റെ സ്നേഹം വാപ്പ. ഇങ്ങനെ രക്തബന്ധത്തിലും വിവാഹബന്ധത്തിലും നമ്മൾ മക്കളും പേരമക്കൾക്കും ഇടയിൽ എപ്പോഴും ഖൈറ് സംസാരിക്കണം,